ബാലമാഷില്ലേ? ആ ഉണ്ട്. ഒന്ന് വിളിക്കാവോ? അച്ഛാ, അച്ഛാ. നമസ്കാരം മാഷെ. നമസ്കാരം. എന്താ കാര്യം? ഞാൻ മാഷിനൊന്ന് കാണാൻ വന്നതാ. ദാ ബൈക്കില്ലേ മാഷിന്റെ മോന്റെ. ആണോ? അവൻ അതിൽ കയറി കറങ്ങുന്നൊക്കെ കാണാം. എന്തായാലും ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല. എന്നാലേ അത് അരവിന്ദൻ വാങ്ങിയതാ. ഞാനാ ഫിനാൻസ് കൊടുത്തേ. മാഷിന്റെ മോനായിട്ട് മാത്രമാ ഒന്നും നോക്കാൻ ഞാൻ പൈസ എടുത്തു കൊടുത്തേ. എന്നിട്ട് ഞാനിപ്പോ കെണിയിലായി. മുതലും ഇല്ല, പലിശയില്ല. മാത്രമല്ല വണ്ടി എടുക്കാൻ പോയ എന്റെ പിള്ളേരെ അവനും ഒരു പെണ്ണും ചേർന്ന് അടിച്ചോടിച്ചു. മാഷെ, മാഷ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അരവിന്ദ, അരവിന്ദ, ഇങ്ങ് വാ. നീ ഇവർക്ക് കാശ് കൊടുക്കാനുണ്ടോ? നീ ഇവർക്ക് കാശ് കൊടുക്കാനുണ്ടോന്ന്? എടാ, നിന്നോടാ ചോദിച്ചത്. നീ ഇവരുടെ ഫിനാൻസിലാണോ ബൈക്ക് വാങ്ങിച്ചതെന്ന്? ഓ, അതെങ്കിലും സമ്മതിച്ചല്ലോ. കാശും കൊടുത്ത് തല്ലും പേടിക്കേണ്ട അവസ്ഥയിലായല്ലോ ഞങ്ങള്. ദേ നോക്കി മാഷെ, എന്റെ പിള്ളേരെ ഇവൻ തല്ലിയത്. സത്യം പറഞ്ഞാ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക വേണ്ടത്. പിന്നെ പോലീസ് CC പിടുത്തമാണല്ലോ അവരുടെ ജോലി. ഇവിടെ എങ്ങാനും നിന്ന് പോലീസിനെ വിളിച്ചാലുണ്ടല്ലോ, വന്ന പോലെ തിരിച്ചു പോവില്ലേ?